ഭയങ്കര സന്തോഷത്തിൽ കാവടി തുള്ളിയൊക്കെയാണ് അമ്മാമ്മേടെ അടുത്ത് പോയത്. പക്ഷെ അവിടെ നിന്ന് വന്നപ്പോഴേക്കും കരഞ്ഞു പിഴിഞ്ഞൊക്കെയാണ് വന്നത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയും. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ടം നമുക്ക് അമ്മാമ്മയ്ക്ക് ഫില്ലിംഗ് ബോൾസ് ഒട്ടിക്കാനായിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ അമ്മാമ്മയും മോനും ഭയങ്കര ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. ഞങ്ങൾ പോയാലും ഒരു 10-15 മിനിറ്റ് ഇരിക്കും, കുറച്ച് നേരം ഒന്ന് വർത്താനം പറയും. ഇന്നിപ്പോൾ ഞങ്ങളിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് എനിക്ക് ആ ഒരു പരിപാടി ഇല്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കണ്ണൻകുട്ടിയുടെ മുഖം ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമത്തിലേക്കൊക്കെ പോകുന്നു. കാരണമൊന്നുമല്ല, അത് ഈ സാധനത്തിലേക്ക് നോക്കിയിട്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നത്. അത് ഓണാക്കാൻ പറഞ്ഞിട്ട് അവൻ എപ്പോൾ വരുമ്പോഴും ഇവിടെ റേഡിയോ അച്ഛനും അമ്മയ്ക്കും ഈ FM വെച്ച് പാട്ട് കേൾക്കലുണ്ട് കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു റേഡിയോ അമ്മയ്ക്ക് നോക്കി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ശരിക്കും അത് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങളത് ഓണാക്കിയൊക്കെ വെച്ച് കൊടുത്തു, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഭയങ്കര കരച്ചിൽ. പിന്നെയാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്, ആ റേഡിയോ ആൾക്ക് വേണമായിരുന്നു. ആ റേഡിയോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു ആൾ കരഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടായത്. എനിക്ക് സത്യത്തിൽ അത് മനസ്സിലായില്ല. അമ്മയാണ് പറയുന്നുണ്ടായിരുന്നത് റേഡിയോ അമ്മയ്ക്ക് നോക്കിയിട്ടായിരുന്നു കരച്ചിൽ. റേഡിയോ വെച്ചപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ റേഡിയോ ഉപേക്ഷിച്ചാണല്ലോ പോരുന്നത്. അപ്പോൾ ആ റേഡിയോ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ആൾ കരഞ്ഞും കൊണ്ടിരുന്നിരുന്നത്. ആകെ പാട്ട് കേൾക്കാനുള്ളൊരു സാധനമാണ് റേഡിയോ. റേഡിയോക്ക് തന്നെയാണോ? റേഡിയോക്ക് തന്നെയാ റേഡിയോ കൊണ്ടുവന്നോളാ. പിന്നെ കണ്ണൻ്റെ കരച്ചിൽ മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ കാറിൽ പാട്ട് വെച്ചു കേട്ടോ. കാറിൽ പാട്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ കാണാണ്ട് ചേട്ടൻ റേഡിയോ എടുത്ത് ബാക്കിലിട്ടുണ്ടായിരുന്നില്ലേ, റേഡിയോയിലാണല്ലേ പാട്ട് വെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി. അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും കൺഫേം ആയത് റേഡിയോയ്ക്ക് വേണ്ടി തന്നെയാണ് ആൾ കരഞ്ഞിരുന്നതെന്നുള്ളത്. അതുവരെ ഞങ്ങൾക്കൊരു സംശയം മാത്രമായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ അത് തന്നെയാണോ റീസൺ എന്നുള്ളത്. പിന്നെ പിറ്റേ ദിവസം ഭയങ്കര പണികളായിരുന്നു. ഉത്സവം അടുത്ത് വരെയാണ്. ടേബിളിലൊക്കെ നിറച്ചെന്നെ നെറ്റിപ്പട്ടങ്ങളുടെ സാധനങ്ങളാണ്. പുറകിലാണെങ്കിലും അതെ ഈ ചകിരി ചിരട്ട ഈ വക സാധനങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചാക്കിലേക്ക് ആക്കി വെക്കലും അങ്ങനെ തലകുത്തിയുള്ള പരിപാടികളായിരുന്നു കേട്ടോ എൻ്റെ നടന്നുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ നമ്മുടെ എല്ലാ പണിയും കഴിയുമ്പോഴേ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറയില്ല. അപ്പം എൻ്റെ റെസ്റ്റ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് കണ്ണൻകുട്ടിക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ വീട്ടുപണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനും പിടിച്ചിങ്ങനെ ഇരിക്കും ഭക്ഷണം കൊടുക്കാനായിട്ട്. അതെനിക്ക് ഒരുപാട് സമയം വേണം. അപ്പോൾ അതാണ് എൻ്റെ റെസ്റ്റ്.